വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പാലോളിപ്പാലം മുതൽ കോട്ടക്കടവ് SP ഓഫീസ് മുതൽ വടകര പെരുവട്ടം താഴെ വരെയുള്ള ഏറ്റവും പുതിയ ദേശീയപാതയുടെ വർക്കിൻ്റെ അപ്ഡേറ്റ്സാണ് നൽകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് SP ഓഫീസിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ E5 എന്ന് പറയുന്ന കമ്പനി നേരത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ വാഗാടിൻ്റെ റീച്ച് SP ഓഫീസിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ കുറച്ച് വർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് നേരത്തെയുള്ള ദേശീയപാതയുടെ ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ അപ്രോച്ച് റോഡ് നിർമ്മിക്കുകയാണ്. ആ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ ടെമ്പററി ആയിട്ട് താറിങ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു താറിങ്ങിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതേപോലെ തന്നെ അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി അപ്രോച്ച് റോഡിൻ്റെ താറിങ്ങാണ്. വൺ സൈഡിൽ കുറച്ച് ഭാഗങ്ങളിൽ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റ് താർ ചെയ്തതാണ്. ഈ ഭാഗത്ത് കോട്ടക്കടവ് SP ഓഫീസിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ടേണിങ്ങുള്ളൊരു പ്രദേശമാണ്. ഇപ്പം വാഹനങ്ങൾ കടന്നു പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ടേണിങ്ങാണ്. അപ്പോൾ പുതിയ 6 വരി പാത വന്നതോടുകൂടി ടേണിങ് പൂർണ്ണമായി നിവർന്നുകൊണ്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ വർക്ക് നടന്നിട്ടുണ്ട്. വടകരയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റവും പുതിയ മാറ്റം, നല്ല രീതിയിൽ മാറ്റം നടന്നിട്ടുള്ളത് നമ്മളെ കോട്ടക്കടവ് ഭാഗത്താണ്. കോട്ടക്കടവ് ഭാഗമാണിത്. നേരത്തെ ഒരു മാറ്റവും ഇല്ലാതെ കിടക്കുന്നൊരു പ്രദേശമായിരുന്നു. കോട്ടക്കടവ് റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ വാഹനങ്ങൾ പോകാൻ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ എഴുന്നേണ്ട ചെറിയൊരു ഡൈവേഷൻ മാത്രമാണ് കൊടുത്തിരുന്നത്. അതൊരു ചെറിയ അപകട സാധ്യതയിലാണ്. ഇപ്പം 3 വരിയുടെ വൺ സൈഡിൽ ഓൾറെഡി താർ ചെയ്ത ഭാഗമുണ്ട്. ആ ഭാഗത്തുകൂടെ വാഹനങ്ങളൊക്കെ കടത്തി വിടുകയാണെങ്കിൽ അത്തരത്തിൽ വലിയ റിസ്ക് ഒഴിവാക്കാൻ കഴിയും. എന്തായാലും മഴയ്ക്ക് മുന്നേ ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ രീതിയിൽ കുറച്ച് മണ്ണൊക്കെ അടിച്ച് വർക്ക് പുരോഗതി കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കരിമനപ്പാലം ഭാഗത്താണ്. കരിമനപ്പാലം ഭാഗത്ത് പാലത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ കരിമ്പനപ്പാലം വരെയുള്ള പ്രദേശം ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഹൈവേ ആക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിൻ്റെ സാങ്ഷനൊന്നും ആയിട്ടില്ല. അപ്പോൾ കരിമ്പനപ്പാലം തോടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അവിടെ ഒരു തോട് കൾവേർട്ട് കോൺക്രീറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഇപ്പോൾ 3 വരിയുടെ ഭാഗത്ത് കോൺക്രീറ്റിങ് കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ കുറച്ച് ഭാഗം താഴ്ന്നിട്ടാണ് കിടക്കുന്നത്. അതെന്താണ് ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നത് അറിയില്ല. ഇപ്പോൾ വാഹനങ്ങൾ ട്രക്ക് ബസ്സൊക്കെ ലിമിറ്റഡ് ബസ്സൊക്കെ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ താഴ്ന്നിട്ടും ലെഫ്റ്റ് സൈഡിൽ ഉയർന്നിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചിട്ട് മനസ്സിലാക്കില്ല. അപ്പോൾ എന്താ സംഭവം പിടികിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കരിമനപ്പാലം കരിമനപ്പാലം ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ ഇതിൻ്റെയും ഇരു സൈഡിലും അപ്രോച്ച് റോഡ് തന്നെയാണ് നിർമ്മിക്കേണ്ടത്. ഇനി അപ്രോച്ച് റോഡ് ഇവിടെ നിർമ്മിക്കാൻ കാലതാമസം എടുക്കും. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇവിടെ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ കൾവേർട്ട് നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ സാങ്ഷനൊന്നും ആയിട്ടില്ല. കാരണം ഇപ്പം പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ കരിമ്പനപ്പാലം വരെ പില്ലറിൻ്റെ മുകളിലല്ല, സാധാരണ രീതിയിലാണ് ദേശീയപാത കടന്നു പോകുന്നത്. അപ്പോൾ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ അത്തരത്തിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാപാരികളും ഇപ്പോൾ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ബന്ധപ്പെട്ട ആളുകളൊക്കെ അത്തരത്തിൽ ആവശ്യങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും തീരുമാനമായിട്ടില്ല. അപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ്. പുതിയ ബസ് സ്റ്റാൻഡ് തൊട്ട് മുന്നിലുള്ള പ്രദേശത്തും ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് നല്ല രീതിയിൽ അനുഭവിക്കുന്ന പ്രദേശമാണ് വടകര. ഇപ്പോൾ നമ്മൾ ഈ ഒരു റംസാൻ്റെ പെരുന്നാളിൻ്റെ സീസണൊക്കെ ആയിട്ടും വലിയ രീതിയിൽ തിരക്കൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മളിപ്പോൾ വീഡിയോ എടുത്തത് ഏകദേശം 3 മണി, ഉച്ചയ്ക്ക് 3 മണിക്കാണ് വീഡിയോ എടുത്തത്. വടകരയിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ദേശീയപാതയുടെ വർക്ക് കഴിയാത്തത് കൊണ്ട് വടകരയിലെ കച്ചവടം തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്ക്, നാദാപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് റെഡിമെയ്ഡ് മറ്റ് കച്ചവടമൊക്കെ ഒരുപാട് ഡൈവേർട്ടായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും വടകരയിലെ ബന്ധപ്പെട്ട കച്ചവടം, പിന്നെ വടകരയെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈവേയുടെ വർക്ക് കഴിയുന്നത് വരെയുള്ള പ്രയാസം മാത്രമല്ല, അത് കഴിഞ്ഞാൽ റോഡ് വളരെ സ്മൂത്തായിരിക്കും. ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. സർവീസ് റോഡൊക്കെ വളരെ പ്രയാസമാണ്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പില്ലറിൻ്റെ ഭാഗം വലിയ വാഹനങ്ങൾ ഹെവി വെഹിക്കിൾസിനൊക്കെ തട്ടുന്നു എന്ന് പറയുന്ന പ്രദേശം ഇതാണ്. അതായത് നമ്മളെ കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗം പുതിയ ബസ് സ്റ്റാൻഡ് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള പ്രദേശം. അതേ സ്ഥാനത്ത് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തൊക്കെ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. ഇവിടെ അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പില്ലറൊക്കെ അത്യാവശ്യം ഉയർന്നിട്ടാണ്, വാഹനങ്ങളൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ സർവീസ് റോഡ് താഴ്ത്തി കഴിഞ്ഞാൽ മാത്രമേ ആ പില്ലർ തട്ടുന്ന ഒരു പ്രശ്നം ഒഴിവാകും എന്നാണ് പറയുന്നത്. സർവീസ് റോഡ് താഴ്ത്താനും കഴിയില്ല. കാരണം ഇപ്പോൾ ഡ്രൈനേജ് ഉയർന്നിട്ട് അതേ സമാനമായിട്ട് തന്നെ സർവീസ് റോഡ് താഴ്ത്തുമ്പോൾ സ്വാഭാവികമായും ഡ്രൈനേജ് പൊളിച്ച് അവിടെയും താഴ്ത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ വാഹനം വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം നേരത്തെ വാർത്തകളിലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്താണ്. പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് നമ്മൾ ഈ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ
പില്ലറിനുണ്ട്. വാഹനങ്ങൾക്ക് സുഖമായിട്ട് ഇതിനടിയിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അതിനുള്ള അത്രയും സ്പേസ് ഈ പ്രദേശത്തുണ്ട്. ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ പില്ലറിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു കാഴ്ച തന്നെയാണ്. ടൗണ് ആകെ മാറിയ ഒരു കാഴ്ച നമുക്ക് മുകളിലെ കാഴ്ച കാണാം. എന്തുകൊണ്ടും വടകരയിലുള്ള കച്ചവടം എന്തായാലും മറ്റു ഉൾപ്രദേശങ്ങളിൽ കിട്ടില്ല. അപ്പം ഹൈവേയുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരിക്കും. ഇപ്പോൾ ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഹൈവേയുടെ മുകളിൽ ഏതാണ്ട് കോൺക്രീറ്റിങ് പില്ലറിൻ്റെ മുകളിൽ ഗേഡർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഷട്ടറിങ് വർക്ക് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ തെരുവത്ത് ഭാഗത്തും അതേപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള അപ്രോച്ച് റോഡൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു 4 മാസം 5 മാസം കൊണ്ടൊക്കെ ഇതിൻ്റെ മുകളിലൂടെ വാഗാടൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ആ രീതിയിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെയും വലിയൊരു ഫോൾട്ടാണ്. ഇവിടെയും ഇപ്പോൾ ഫ്ലൈ ഓവർ ഈ രീതിയിൽ മണ്ണടിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു തെരുവത്ത് ജംഗ്ഷൻ ഉണ്ടല്ലോ, ഫ്ലൈ ഓവറിൻ്റെ ഇടയിലുള്ള ഈ ഒരു പ്രദേശം കംപ്ലീറ്റ് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ആ കാണുന്ന ഫ്ലൈ ഓവറിന് സമാനമായിട്ട് മണ്ണടിച്ച് ഈ സൈഡിലും RE പാനലുകളൊക്കെ വെച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഇത്തരത്തിൽ പറ്റില്ല, പില്ലറിൻ്റെ മുകളിലൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടും അത് വയൽ പ്രദേശമാണ്, പില്ലർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനിടയിൽ അങ്ങനെയുള്ളൊരു ആവശ്യം വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വടകരയെ സംബന്ധിച്ചിടത്തോളം വർക്ക് കഴിയാറാകുമ്പോഴത്തേക്ക് ഫ്ലൈ ഓവർ വേണോ, എലിവേറ്റഡ് ഹൈവേ വേണോ, പഴയ അപ്രോച്ച് റോഡുള്ളിടത്ത് മാറ്റി സ്ഥാപിക്കണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആശങ്ക അഭിപ്രായമൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്. ഒരു സൈഡിൽ വർക്കും മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണ്. ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ RE പാനലുകളൊക്കെ അടിച്ചു കഴിഞ്ഞു. ഒരുപാട് മണ്ണൊക്കെ അടിച്ച് കുറേയൊക്കെ മണ്ണടിച്ച് ഉയർത്തി കഴിഞ്ഞൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം മഴയ്ക്ക് മുന്നേ ഈ ഒരു പ്രദേശത്തും അത്യാവശ്യം വർക്ക് ഫാസ്റ്റായിട്ട് നടന്നില്ലെങ്കിൽ മഴക്കാലത്ത് നല്ല വെള്ളക്കെട്ടുണ്ടാവും. പിന്നെ ഈ കാണുന്ന മണ്ണ് ഉയർത്തി അടിച്ച മണ്ണൊക്കെ താഴോട്ടേക്ക് ഇറങ്ങി വരും. പിന്നെ ഇതിലെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അത്തരത്തിലാണ് നമ്മളെ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ച. എന്തായാലും ഈ ഒരു മഴക്കാലത്ത് ഈ ജൂണിലും നമുക്ക് കുറച്ച് പ്രയാസം അനുഭവിച്ച് വെള്ളക്കെട്ടൊക്കെ ആയിട്ട് തന്നെയാണ് വടകര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം. ഇനി അടുത്ത മഴയ്ക്ക് മുന്നേ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബേബി ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെയൊക്കെ നേരത്തെ ടാറിങ് കഴിഞ്ഞതാണ്. ഇവിടെ ഒരുപാട് വർക്കുകൾ ഇനി ബാക്കിയുണ്ട്. ഇപ്പോൾ സർവീസ് റോഡിലൂടെ ഇരു സൈഡിലെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ ബാക്ക് പെയിനൊക്കെ ആയിട്ട് ബെഡ് റെസ്റ്റ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസുകൾ വരുന്നതാണ്. അപ്പോൾ നമ്മളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണ്. ഇവിടെയൊന്നും മാറ്റങ്ങളൊന്നും എടുത്തു പറയാനുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ കാര്യമായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പാർക്കോ അല്ലെങ്കിൽ ഇക്കറ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്ത് സർവീസ് റോഡ്, 2 സൈഡിലും സർവീസ് റോഡ് നിർമ്മിച്ചു. ആ സർവീസ് റോഡിലൂടെ ഇരു സൈഡിലെയും വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഡൈവേർട്ട് ചെയ്തു. പിന്നെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് RE പാനലുകളൊക്കെ സ്ഥാപിച്ചു, കുറച്ച് മണ്ണൊക്കെ അടിച്ചു എന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട മാറ്റം. ഇവിടെയും അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ അനുഭവിക്കുന്ന പ്രദേശമാണ്. ഇപ്പം നമ്മൾ നട്ടുച്ച സമയത്തായതുകൊണ്ട് ഒരു 3 മണി 2:30-3 മണി ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ട്രാഫിക് ബ്ലോക്കിന് കുറച്ചൊരു ആശ്വാസമുള്ളത്. പിന്നെ അതേപോലെ തന്നെ പെരുവട്ടം താഴെ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തും ഇവിടെയും ടാറിങ് ഒക്കെ വളരെ മോശമാണ്. ഇതിൻ്റെ വർക്കും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ പ്രദേശത്തുള്ള വർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടകരക്ക് വലിയ ആശ്വാസമുണ്ടാകും. വടകര അത്ര പെട്ടെന്ന് കയറൂല എന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് 1 വർഷത്തിന് മുകളിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നതാണ് നമ്മുടെ വടകരയിലെ ദേശീയപാതയുടെ പുതിയ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചോറോട് ഗേറ്റിൻ്റെ ഭാഗത്ത് ബോസ്റ്റിംഗ് ബ്രിഡ്ജ് 1 വർഷത്തിന് മുകളിലായി ബോസ്റ്റിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ബോസ്റ്റിംഗ് ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെയിന് കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു. പക്ഷേ റെയിൽവേയുടെ അപ്രൂവൽ കിട്ടിയില്ല എന്നാണ് വാഗാടിന് വന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ അപ്രൂവൽ ഉണ്ടായിരുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്തില്ല എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്രൂവൽ വീണ്ടും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്തായാലും വർക്കേഴ്സൊക്കെ ഇവിടെ തന്നെ ഹോൾഡായി കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ കാഴ്ച. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.